നമസ്കാരം. സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറെ പുണ്യകരമായ ഒന്നാണ് ഷഷ്ഠിവ്രതം. താരകാസുരനെ നിഗ്രഹിച്ച ഭഗവാൻ സുബ്രഹ്മണ്യനെ ബ്രഹ്മാവ് സ്തുതിച്ചത് മാർഗശീർഷ മാസത്തിലെ ഷഷ്ഠി നാളിലായിരുന്നു എന്നാണ് ഐതിഹ്യം. ഈ പുണ്യദിനത്തിൽ സ്കന്ദനെ പൂജിക്കുന്നത് കീർത്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യും. ഏതു പ്രാർത്ഥനയ്ക്കും ക്ഷിപ്രഫലം നൽകുന്ന ഷഷ്ഠിവ്രതം ധനുമാസത്തിൽ വരുന്നത് ഡിസംബർ 26-നാണ്. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർ തലേദിവസം മുതൽ തന്നെ വ്രതചര്യകൾ തുടങ്ങണം. ഷഷ്ഠി ദിവസം പൂർണ്ണ ഉപവാസമനുഷ്ഠിക്കുന്നതാണ് അത്യുത്തമം. ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് യഥാശക്തി പഴവർഗ്ഗങ്ങളോ ലഘുഭക്ഷണമോ കഴിച്ച് വ്രതം നോൽക്കാം. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം. വ്രതദിവസം പരമാവധി സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും സ്കന്ദപുരാണം പാരായണം ചെയ്യുന്നതും അതീവ ഗുണകരമാണ്. സുബ്രഹ്മണ്യ ഭക്തരുടെ പ്രധാന പുണ്യസങ്കേതമാണ് പെരുമ്പാവൂരിനടുത്ത് രായമംഗലം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 1000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ബാലഭാവത്തിലാണ് കുടികൊള്ളുന്നത്. പാല, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 ബ്രാഹ്മണ ഇല്ലക്കാർ യാത്രയ്ക്കിടയിൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം വിശ്രമിക്കാനായി താഴെ വെച്ചു. പിന്നീട് അത് ഉയർത്താൻ സാധിക്കാതെ വന്നതോടെ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും അവിടെ തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. 14 ഇല്ലക്കാർ കൂട്ടായി പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ സ്ഥലം കൂട്ടുമഠം എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് തൊട്ടടുത്തുള്ള പിതാവായ പെരേക്കാട് മഹാദേവന്റെ സന്നിധി. പിതാവായ പരമേശ്വരനും പുത്രനായ ബാലസുബ്രഹ്മണ്യനും ഒരേ ദിശയിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അത്യപൂർവമായ ഘടനയാണിവിടെ. കൂട്ടുമഠത്തിൽ ദർശനം നടത്തുന്ന ഭക്തർ പെരേക്കാട് മഹാദേവനെ കൂടി തൊഴുതാലേ ദർശനം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. കൂട്ടുമഠം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഷഷ്ഠി പൂജയും ഷഷ്ഠി ഊട്ടും. മക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം എന്നിവയിലെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം സിദ്ധിക്കാൻ ഷഷ്ഠി പൂജ ഉത്തമമാണ്. ധനുമാസത്തിലെ ഷഷ്ഠി നാളിൽ ഷഷ്ഠി പൂജയും ഷഷ്ഠി ഊട്ടും വഴിപാടായി നടത്താൻ ക്ഷേത്രവുമായി ബന്ധപ്പെടുക.